സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ വിശ്വാസികളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ശനി മൂലം നക്ഷത്ര ജാതകർക്ക് എങ്ങനെ എന്നുള്ള കാര്യമാണ്. 2025 മാർച്ച് 19 വരെ ശനി കുംഭൻ രാശിയിൽ, 29 വരെ ഇവർക്ക് ശനി കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇനി ഒരു കൊല്ലവും ശിഷ്ടവും ശനി കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ധനുകൂറുകാരുടെ 3-ലെ ശനിയാണ്. അത് ഇതുവരെ കുറച്ച് ബലമുണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടെ അനുകൂല അവസ്ഥകൾ ഉണ്ടാക്കുവാൻ ശനിക്ക് സാധിക്കും. കാരണം പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉള്ള അവസരങ്ങൾ വരികയാണ്. പഠിക്കുന്നവർക്ക് പഠനത്തിന് അനുകൂലമായ സമയവും, രോഗികളായി ഇരിക്കുന്നവർക്ക് രോഗാവസ്ഥ കുറയുന്ന സമയവും, അതുപോലെ തന്നെ പല മുടങ്ങിയ കാര്യങ്ങളും പുനർജീവിപ്പിക്കുവാനുള്ള സമയവും ആകുന്നു. ശനി ഇനി ഒരു കൊല്ലം കൂടെ അവർക്ക് കുംഭൻ രാശി സ്ഥിതി ചെയ്യുന്നു. കുംഭം സ്ഥിരരാശിയാണ്. അതുകൊണ്ട് ഇവർക്ക് സ്ഥിരമായ ജോലി ലഭിക്കാത്തവർക്ക് ജോലി സ്ഥിരത, അതുപോലെ തന്നെ വേറെ കടം ബാധ്യതകളുള്ളവർക്ക് കടം തീർക്കുവാനുള്ള അവസരങ്ങൾ, അല്പം ശനി കഠിനാധ്വാനിയാണല്ലോ, അല്പം കഠിനാധ്വാനം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ശനിയുടെ സ്ഥിതി കൊണ്ട് ഈ വരുന്ന ഒരു കൊല്ലം വളരെ വിശേഷമായ അവസ്ഥകളെ ഉണ്ടാക്കാൻ സാധിക്കും. പല നിയമപ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്കും നിയമപരമായ അനുകൂലവും, അതുപോലെ തന്നെ പഴയ ഭൂമി ലഭിക്കുവാൻ യോഗമുള്ളവർക്ക് പഴയ ഭൂമി ലഭിക്കുകയും ഒപ്പം അതിൻ്റെ കൂടെ പുതിയ വസ്തുക്കൾ വാങ്ങുവാനുള്ള ഭാഗ്യവും, കോറി യന്ത്രം, അതുപോലെ ചില സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ടവർക്ക് വളരെ അനുകൂല സമയവും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും ഈ മാർച്ച് വരെ ഇവർക്ക് ഏറി തന്നെ ഇരിക്കും. പൊതുവെ ഇവർക്ക് വേഴൻ 6-ലാണ്. എങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഗൃഹനിർമ്മാണത്തിനോ സന്താനങ്ങളുടെ പഠനത്തിനോ അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിനോ എല്ലാം വേണ്ടി ചിലവാക്കിയ ഒരു സാമ്പത്തിക ദുരിതം അവർക്ക് അവിടെ കാണുന്നു. എങ്കിലും ശനിയുടെ സപ്പോർട്ടും ഇവരുടെ കഠിനാധ്വാനവും കൊണ്ട് അവ മാറ്റുവാൻ സാധിക്കും. ഈ ശനി എപ്പോഴും ദീർഘമായ ഒരു ഗ്രഹമാണ്. 2.5 കൊല്ലം ഒരു രാശിയിൽ നിൽക്കുന്നു. വ്യാഴൻ 12 മാസം ഒരു രാശിയിൽ നിൽക്കുന്നു. പിന്നെ രാഹുകേതുക്കൾ 1.5 കൊല്ലം ഒരു രാശിയിൽ നിൽക്കുന്നു. ബുധനും ശുക്രനും ചൊവ്വയും ഇടവിട്ട് 45 ദിവസം കൊണ്ട് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ചന്ദ്രന് 2.5 ദിവസം മാത്രമേ ഒരു രാശിയിൽ നിൽക്കാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ചിന്തിക്കും, എന്നും ഓരോ നക്ഷത്രങ്ങളെ പറ്റി പറയുന്നല്ലോ. നക്ഷത്രങ്ങളാണെങ്കിലും ഓരോ അവസ്ഥകളിൽ വരുമ്പോൾ നക്ഷത്രങ്ങളെ ചുറ്റിപ്പറ്റി ഉള്ള ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആ ഗ്രഹമാറ്റങ്ങൾ അതാണ് നമ്മെ കൂടുതൽ ജീവിതത്തിൽ കൊണ്ടുപോകുന്നതും അതിൻ്റെ ഫലവും ഭാഗ്യവും ഐശ്വര്യങ്ങളുമാണ് നമുക്ക് അനുഭവയോഗമായി വരുന്നത്. പൊതുവെ അതുകൊണ്ടാണ് ഓരോ നക്ഷത്രങ്ങളെ പറ്റിയും പ്രത്യേകിച്ച് പറയുന്നത്. ഓരോ നക്ഷത്ര ജാതകർക്കും മനുഷ്യന് തന്നെ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ, അതുപോലെ ഗ്രഹനിർമ്മാണത്തിന് മാറ്റം, ഗ്രഹത്തിൻ്റെ പുതിയ പ്ലാനുകൾ, അതുപോലെ വിദ്യയ്ക്ക് പുതിയ മാറ്റങ്ങൾ,
അതുപോലെ പുതിയ സിലബസുകൾ, പുതിയ രീതിയിലുള്ള ഫാഷൻ, ഇങ്ങനെ പലതും പുതിയതായി വരുന്നു. അതുപോലെ മനുഷ്യനെ പോലെ തന്നെ ഗ്രഹങ്ങൾക്കും മുകളിൽ പറഞ്ഞ രീതിക്ക് മാറ്റങ്ങൾ സംഭവിച്ചേക്കും. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങളെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിന് ഒരു ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായ ഒരു ശക്തിയായി നിലകൊള്ളും. ഏത് നക്ഷത്രമായിരുന്നാലും ശനി അവരവരുടെ കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി ഫലങ്ങൾ നൽകപ്പെടും. ശനി പൊതുവെ മന്ദനാണെന്ന് പറയാറുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ ആദ്യം സ്വല്പ അരിഷ്ടതയും പിന്നീട് ഇടകാലങ്ങളിൽ നല്ലതും അവസാന ഘട്ടത്ത് അല്പ അരിഷ്ടതകളും പൊതുവെ ഉണ്ടാക്കും. മൂലം നക്ഷത്ര ജാതകർക്ക് ശനിയുടെ നല്ല അവസ്ഥകൾ കൊണ്ട് പല നല്ല കാര്യങ്ങളും സംഭവിക്കും. ചിലർക്ക് വിദേശവാസം, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് സ്ഥാനമാറ്റം, അത് വേറൊരു സ്ഥാപനം കൂടെ തുടങ്ങി അതിൽ നിന്നുള്ള ധനലാഭം, പൊതുവെ ധനസമ്പാദ്യം എന്നിവയും, സഹോദരങ്ങൾക്ക് വേണ്ടി ഇവർ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അവരെ സ്ത്രീയാണെങ്കിൽ അവരെ വിവാഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ അവർക്ക് ഗൃഹനിർമ്മാണത്തിനോ വേണ്ടിയുള്ള പൈസ സമ്പാദിച്ചു കൊടുക്കുവാനുള്ള യോഗഭാഗ്യവും ഇവർക്ക് കാണപ്പെടുന്നു. കാരണം മൂന്നില ശനി സഹോദരത്തിന് കാര്യം പറഞ്ഞു. ധൈര്യവും വീര്യവും സഹോദര ഗുണങ്ങളും നമുക്ക് സഹായ സ്ഥാനവും ശനിയെ കൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഈ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് സ്വകുടുംബത്തിനോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്കോ വേണ്ടി വീട് വെച്ച് കൊടുക്കുകയോ സഹോദരങ്ങളെ സംരക്ഷിക്കുവാനും ഒക്കെ ഉള്ള ഒരവസരം ഈ കാലഘട്ടമാകുന്നു. പൊതുവെ മൂലം നക്ഷത്ര ജാതകർക്ക് ശനി അനുകൂല അവസ്ഥ ആയതുകൊണ്ട് പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ നേട്ടങ്ങൾ പലതും ഉണ്ടാകും. സ്ഥിരരാശിയിൽ നിൽക്കുന്ന ശനി ഭാഗ്യ ഐശ്വര്യത്തെ തന്നെ നൽകപ്പെടും. ഇടവിട്ട് തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് എന്നിവ ഉണ്ടാക്കും. അത് വലിയ കാര്യമായി എടുക്കേണ്ടതില്ല. ഇവർ ജനിക്കുന്നത് കേതു ദശയിലാണ്. കേതു 7 കൊല്ലം. അതിൽ നമുക്ക് ഏതാണ്ട് പാതി എടുക്കാം, 3-3.5 കൊല്ലം എടുക്കാം. ആദ്യം തുടക്കത്തിൽ ജനിക്കുന്നവർക്ക് ഏതാണ്ട് 6 കൊല്ലം കിട്ടും. രണ്ടാം ഘട്ടത്തിൽ ജനിക്കുന്നവർക്ക് ഏതാണ്ട് 5 കൊല്ലം കിട്ടും. മൂന്നാം ഘട്ടത്തിൽ ജനിക്കുന്നവർക്ക് ഏതാണ്ട് അതിന് പാതി. അവസാന ഭാഗത്ത് ജനിക്കുന്നവർക്ക് 1.5 കൊല്ലം കിട്ടും. പൊതുവെ ഈ കേതു ദശാകാലം ഇവർക്ക് പൊതുവെ അത്ര നന്നായിരിക്കുകയില്ല. എന്തെന്നാൽ കേതു ഒരു സർപ്പ ബന്ധമുള്ള ഗ്രഹമായതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അലർജി, ചൊറിച്ചിൽ, ത്വക്ക് രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് വരുന്നത് ശുക്രൻ 20 കൊല്ലം. ശുക്രദശാകാലത്ത് ഈ ശുക്രൻ മൂലം നക്ഷത്ര ജാതകർക്ക് കുടുംബത്തിന് ഏറ്റവും അഭിവൃദ്ധിയെ കൊടുക്കും. ശുക്രൻ 20 കൊല്ലം. അപ്പം ഏതാണ്ട് 25 വർഷം വരെ ശുക്രദശാകാലം. ഈ കാലഘട്ടത്തിൽ മാതാവിനും പിതാവിനും കുഞ്ഞിനെ കൊണ്ട് സർവ്വവിധമായ ഭാഗ്യങ്ങൾ ഉണ്ടാക്കും. വാഹനം, വസ്ത്രം, വച്ചുകൂട്ട്, ഗൃഹനിർമ്മാണം, പിതാവിനും മാതാവിനും ചെറിയ തൊഴിലുകൾ വല്ലതും ചെയ്തിരിക്കുന്നവർക്ക് വലിയ തൊഴിലുകൾ ചെയ്യുവാനുള്ള യോഗഭാഗ്യവും ധനസമ്പാദ്യവും ധനകീർത്തിയും ഇവർക്ക് ജാതകർക്ക് കുടുംബത്തിന് ഏറ്റവും ഉത്തമമാകുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർക്ക് 23-24 വയസ്സിനകത്ത് പഠന പൂർത്തീകരണവും സാമാന്യ ഉദ്യോഗവും ലഭിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ 22-നും 23-നും മധ്യേ വിവാഹത്തിനും ഉത്തമമാകുന്നു. ഈ ദശയുടെ സല്ലാനുഭവ സിദ്ധിക്ക് വേണ്ടി ഗണപതിപ്രീതി, ദേവിപ്രീതി വരുത്തിക്കൊള്ളുക. അത് കഴിഞ്ഞ് വരുന്നത് ആദ്യ ദശ. അത് 6 കൊല്ലം. അപ്പോൾ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയതുപോലെ
24 വരെ ശുക്രദശ, 6 കൊല്ലം ആദിത്യൻ. അപ്പോൾ 30 കൊല്ലം, 30 വയസ്സ് വരെ. ആദിത്യ ദശയിൽ പൊതുവെ ഇവർക്ക് പുരുഷനാണെങ്കിൽ പുതിയ ഉദ്യോഗവും സ്ത്രീകൾക്കും തത്തുല്യമായ പ്രാധാന്യത്തോടുള്ള ഉദ്യോഗവും കുടുംബ ജീവിത സുഖവും സന്താന യോഗവും അനുഭവം. ഈ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ശിവന് ജലധാര നൽകി കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ ചന്ദ്രദശ 10 കൊല്ലം, അതായത് 40 വയസ്സും വരെ. ചന്ദ്രദശയിൽ ഇവർക്ക് സ്ഥാനം മാറിയുള്ള ചലനങ്ങളോ പഠനത്തിന് വേണ്ടി വിദേശവാസമോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധിച്ച് വിദേശവാസമോ ഭാര്യയ്ക്കും ഭർത്താവിനും പോകേണ്ട അവസരങ്ങൾ ഉണ്ടാകുന്നു. സന്താന പുഷ്ടിയും സന്താന പഠനവും ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് അനുകൂലമാകുന്നു. ഈ കാലഘട്ടത്തിൽ ദേവീപ്രീതി വരുത്തുക. പ്രത്യേകിച്ച് ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാരയും നടത്തുന്നത് ഉത്തമം. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം, 47 വയസ്സും ശിഷ്ടം വരെ. ചൊവ്വാദശയിൽ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ പഠന സംബന്ധമായോ അല്പാൽപ മാറ്റങ്ങൾ ഉണ്ടാകും. എങ്കിലും ദോഷങ്ങളില്ല. ഭൂമി സംബന്ധമായും യോഗവും ഗ്രഹയോഗവും ഈ കാലഘട്ടങ്ങളിൽ അനുകൂലമാകുന്നു. അത് കഴിഞ്ഞാൽ 18 കൊല്ലം രാഹുർ ദശ. പൊതുവെ രാഹുർ ദശാകാലത്ത് സന്താനങ്ങൾക്ക് പഠനത്തിന് വേണ്ടി വിദേശത്ത് പോവുകയോ ഇവർ കൂടെ എല്ലാവരും കൂടെ പോയി വിദേശത്ത് പോയി നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ രാഹുർ ദശ ഇവർക്ക് പൊതുവെ ഉത്തമമായിരിക്കും. രാഹുർ ദശയിൽ ഇടവിട്ട് ത്വക്ക് രോഗങ്ങളും അലർജി രോഗങ്ങളും വരും. രാഹുർ കഴിഞ്ഞാൽ 16 കൊല്ലം വേഴദശ. വളരെ വേടൻ ധനകാരകൻ കൂടെ ആയതുകൊണ്ട് കുടുംബത്തിന് സുഖവും സൗഭാഗ്യവും ധനത്തിന് ഐശ്വര്യവും ഉന്നത ഗ്രഹ നിർമ്മാണ യോഗവും സന്താനങ്ങൾക്ക് പുഷ്ടിയും അവർക്ക് വിവാഹാദി മംഗള കർമ്മങ്ങളാൽ സൽസന്താന യോഗവും പുത്രപൗത്രാദി സൗഖ്യവും അനുകൂലമാകുന്നു. ശേഷം 19 കൊല്ലം ശനിദശ. പൊതുവെ സുഖ ദുഃഖ സമ്മിശ്ര ഫലങ്ങളാൽ ഐശ്വര്യങ്ങളാകുന്നു. ശാസ്താവിന് പ്രീതി വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. ഈ കാലഘട്ടത്തിൽ പൊതുവെ മൂല നക്ഷത്ര ജാതകർക്ക് ശനീശ്വരൻ പൂർണ്ണ അനുഗ്രഹം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഒപ്പം എല്ലാ നക്ഷത്ര ജാതകർക്കും ശനീശ്വരന്റെ ശക്തി നൽകി നഷ്ടപ്പെട്ടുപോയ പല കാര്യങ്ങൾ വീണ്ടെടുക്കുകയും രോഗദുരിതങ്ങൾ മാറുകയും കിടക്കുന്ന രോഗികൾക്കും നല്ല അഭിവൃദ്ധിയും മുക്തിയും വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് മലയൻകീഴ് പുരുഷോത്തമൻ.